BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. ഇപ്പോൾ ഇതാ തൊടുപുഴയിലും 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Todupuzha. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി പാഞ്ചാലിമേടിനെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ SMTU ഇടുക്കി ജില്ലാ യൂണിയൻ ഉദ്ഘാടനവും അംഗത്വ വിതരണവും തൊടുപുഴയിൽ നടന്നു. PC ജോർജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര വനാവകാശ നിയമം നടപ്പാക്കുക, ആദിവാസി ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതായി ആദിവാസി ഗോത്ര മഹാസഭ കോർഡിനേറ്റർ M. ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ പ്രഥമ ഹൈ ആൾട്ടിറ്റ്യൂഡ് മാരത്തോൺ ജനുവരി 28-ന് മൂന്നാർ കണ്ണൻദേവൻ മലനിരകളിലെ തോട്ടങ്ങളിലൂടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയും തോട്ടം മേഖലയും പ്രതിസന്ധിയിലായതോടെ ഇനിയുള്ള വികസനത്തിന് ടൂറിസം മേഖലയ്ക്കാണ് പ്രമുഖ സ്ഥാനമെന്നും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി പാഞ്ചാലിമേടിനെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 1.96 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഞ്ചാലിമേടിനെ ദേശീയ ടൂറിസ്റ്റുകളുടെ താല്പര്യമുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിർമ്മാണ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം. നമ്മൾ മനസ്സ് വെച്ചാലൊക്കെ നടക്കുമെന്നുള്ളതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ ഈ മാസം 29-ാം തീയതി വന്നു 28-ാണ് നമ്മുടെ മണിയാശാൻ ആ പദ്ധതി ഉദ്ഘാടനം പൂർത്തീകരിച്ച പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മൾ ഇടപെട്ട് സാധിച്ചാൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകും, എല്ലാം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. ഈ മലപ്പുറം ജില്ലയിലെ പദ്ധതി എന്ന് പറയുന്നത് ശബരിമല മഹോത്സവം ഇപ്പം കഴിഞ്ഞതില്ലേ ഉള്ളൂ. ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണല്ലോ. അവിടെ ഇപ്രാവശ്യം നമുക്ക് പ്ലാസ്റ്റിക് രഹിത ശബരിമലയാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ ഉത്സവം അങ്ങനെയാക്കി ആലോചിക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ശ്രീമതി വിജിമോളും നമ്മുടെ ബഹുമാനപ്പെട്ട MP ജോയ്സ് ജോർജും ഉണ്ടായിരുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നു,
ഇത്രയും ആളുകൾക്ക് നമുക്ക് കുടിവെള്ളമൊക്കെ കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള സംശയം. കുപ്പിവെള്ളം നിരോധിച്ചാൽ എങ്ങനെയാണെന്നുള്ള സംശയം. പക്ഷെ നമ്മൾ കുപ്പിവെള്ളം വേണ്ട ജനങ്ങളോട് പറഞ്ഞു. 4-5 സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അവിടെയെല്ലാം നമ്മൾ ക്യാമ്പയിൻ ചെയ്തു. പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കണം, ശബരിമല സംരക്ഷിക്കപ്പെടും. ജനങ്ങൾ അനുസരിച്ചു എന്നുള്ളതാണ്. ഇപ്രാവശ്യം ഒരു കുഞ്ഞു പോലും പ്ലാസ്റ്റിക് കുപ്പിയുമായിട്ട് അങ്ങോട്ട് വന്നില്ല. എല്ലാം കൂട്ടായിട്ട് പരിശ്രമിക്കാം. സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കും എന്ന കാര്യം നിങ്ങൾ അറിയിച്ച് ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് സ്ഥലം, അമ്യൂണിറ്റി സെന്റർ, വിശ്രമ കേന്ദ്രം, ശൌചാലയങ്ങൾ എന്നിവ നിർമ്മിക്കും. ES ബിജുമോൾ MLA അധ്യക്ഷത വഹിച്ചു. ജോയ്സ് ജോർജ് MP, KT ബിനു, മോളി ഡൊമിനിക്, ലിസിയാമ്മ ജോസ്, PS രാജൻ, PS ഭാസ്കരൻ, VC ജോസഫ്, ഷാജഹാൻ മഠത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ പെരുമ്പിള്ളിച്ചിറ ഏഴല്ലൂർ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. നബാർഡിന്റെ 8 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് 8 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റോഡ് വീതി കൂട്ടുന്നതിനാവശ്യമായ എല്ലാ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി പറഞ്ഞു. വളരെ കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഏഴല്ലൂർ റോഡിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി പണികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വളരെയേറെ സന്തോഷത്തിലാണ് നാട്ടുകാരും ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരുമെല്ലാം. പെരുമ്പിളിച്ചിറ ഏഴല്ലൂർ റോഡിന് നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 8 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് 8 മീറ്റർ വീതിയിൽ ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടക്കണമെന്ന കുറേ വർഷങ്ങളായിട്ടുള്ള പ്രദേശവാസികളുടെ ആഗ്രഹമാണ് പൂവണിയുവാൻ പോകുന്നത്. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുമ്പോഴും ഈ 8 കോടി രൂപയുടെ നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള 8 മീറ്റർ വീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്നുള്ള ചർച്ചയായിരുന്നു കുറേ നാളുകളായി പ്രദേശത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും റോഡ് സംരക്ഷണ സമിതി അംഗങ്ങളുടെയും എല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലം നാട്ടുകാരുടെയും റോഡ് സൈഡിൽ സ്ഥലമുള്ള ആളുകളുടെയും എല്ലാം സജീവ സാന്നിധ്യവും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വളരെ നല്ല രീതിയിൽ കൺസെൻറ്റുകൾ റോഡിൻ്റെ സൈഡിലുള്ള മുഴുവൻ ആളുകളുടെയും കൺസെൻറ്റുകൾ ഒപ്പിട്ട് നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ കാലങ്ങളായി വർഷങ്ങളായി നീണ്ടുനിന്ന ചർച്ചകൾക്കാണ് ഇന്നലത്തോടുകൂടി സമാപനമായിരിക്കുന്നത്. നാട്ടുകാരും പൊതുജനങ്ങളുമെല്ലാം വളരെയേറെ സന്തോഷത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നാന്ദി കുറിച്ചുകൊണ്ടുള്ള ഈ വലിയ പ്രവർത്തനങ്ങൾ കണ്ണുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി നാളിതുവരെ സഹകരിച്ച ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ സാമൂഹിക മത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ നിലകളിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 11ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സിനിമാ വണ്ടി യാത്ര തുടങ്ങി. ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ 11ാമത് തവണയാണ് നടക്കുന്നത്. ഇതിന് മുൻകൈ എടുക്കുന്ന രാജേന്ദ്രനെയും പോലുള്ള സുഹൃത്തുക്കളെ ാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു സംരംഭം ഒരുക്കുമ്പോൾ അതിനെ ഏറെ സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മികച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾ ഉണർത്താൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് 11ാമത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് കഴിയും എന്നെനിക്കൊപ്പം പ്രതീക്ഷയോടെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് M രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൌൺസിലർമാരായ രേണുക രാജശേഖരൻ, അരുണിമ ധനേഷ്, PR വിജയകുമാരി, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് SG ഗോപിനാഥൻ, കേസരി സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി KS ഹരിപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ചലച്ചിത്ര പ്രദർശനവും നടന്നു. കോളപ്പുറ ചക്കുളത്തുകാവ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജനുവരി 18-19 തീയതികളിൽ നടക്കും. പാലക്കാട് കുറ്റനാട് രാവുണ്ണി പണിക്കർ, കണ്ണൂർ ഇടക്കനാട് ദേവിദാസൻ, മുട്ടം ഹരിദാസ് മേദ്രി എന്നിവർ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് നേതൃത്വം നൽകും. കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള തോട് കയ്യേറി സ്വകാര്യ വ്യക്തി അതിർത്തി കെട്ടുന്നതായി പരാതി. 1.5 അടിയോളം തോട്ടിലേക്ക് ഇറക്കി വെച്ചാണ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇങ്ങനെ കെട്ടിയാൽ മഴക്കാലത്ത് തോട്ടിൽ വെള്ളം നിറഞ്ഞ് സമീപ പ്രദേശത്തെ വീടുകളിലും സ്ഥലങ്ങളിലും വെള്ളം കയറുമെന്ന് പരാതിക്കാർ പറയുന്നു.
2 തവണ മുനിസിപ്പൽ അധികൃതർ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാത്തത് പല സംശയങ്ങൾക്കും ഇടയാക്കുന്നു. സമീപത്തുള്ള ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരാതി ഉയർത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് പരാതിക്കാരുടെ വാദം. ഞങ്ങൾ ഇത് 2 തവണ പറഞ്ഞാൽ ഇത് കെട്ടരുതെന്ന് പറഞ്ഞാൽ, എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന് കെട്ടിച്ചിട്ട് പോയതാണ്, നിർത്തിച്ചത് പോയതാണ്. വീണ്ടും വന്ന് ഇന്നും ഒരു കെട്ടാൻ തുടങ്ങി. അപ്പം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിലൂടെ നടക്കുന്ന ഈ വെള്ളക്കെട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ പറ്റില്ല. ഞങ്ങൾ 2 വീടുകളേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിയോട് പലതവണ പറഞ്ഞാൽ ഉള്ള വീതിക്ക് തോട് കെട്ടണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും വന്നിട്ട് പുള്ളി അത് ഇറക്കി കെട്ടിയേക്കുവാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഒരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പരാതി കൊടുക്കാനായിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണ്. പണ്ടത്തെ കെട്ടിനേക്കാൾ ഒരടി ഇറക്കിയാണ് തോട്ടിലേക്ക് കെട്ടിയേക്കണം. അത് ആര് വന്ന് നോക്കിയാലും കാണാം. അത് മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അവർക്കും മനസ്സിലായി. അവർ നിർത്തി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പണി തുടങ്ങിയതാണ് പുള്ളി. അത് എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി പുള്ളി വേറെ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും കണ്ടാണോ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടാണോ ഒന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഇന്ന് 3/4% കെട്ടി പുള്ളി. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്ന് അത് നിർത്തിച്ചു. കേരള NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. സംസ്ഥാന സെക്രട്ടറി KA മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് വിൻസെന്റ് തോമസ് അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് ഗിരീഷ് PR, പീറ്റർ K എബ്രഹാം, റഷി ഹസൻ, ജോസ് ജേക്കബ്, ഷംസുദ്ദീൻ MS, NM യൂനസ്, സോജൻ, ബിജു PI, ബാബു CH, വിജയൻ NH എന്നിവർ പ്രസംഗിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയാണോ ഇവിടെ പുതിയതായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇവിടെ തസ്തികകൾ ഉണ്ടാവേണ്ടത് അത് പുതിയതായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 30 ഈ കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മതിയായ പ്രാതിനിധ്യം അർഹതയുമുള്ള ആളുകൾ ടെസ്റ്റ് എഴുതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതാണ് കേരള NGO അസോസിയേഷൻ നിലപാട്. ആ നിലപാടുമായി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സമരത്തിന്റെ പന്താവിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത മാസം 14-ാം തീയതി എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സമയബന്ധിതമായി ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യത ഇല്ലാതാക്കുന്ന നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അസോസിയേഷൻ സമരത്തിലേക്ക് പോകുന്നത്. വാഗമണ്ണിൽ സ്വദേശി ദർശൻ ടൂറിസം വികസന പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വികസനം എന്നാൽ സഞ്ചാരികളെ നാട് കാണിക്കൽ മാത്രമല്ലെന്നും നാടിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വഴിതുറക്കലാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഈ പദ്ധതി അടുത്ത ഓണത്തിന് മുൻപ് സമയബന്ധിതമായി തീർക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ടൂറിസം വികസനത്തിന്റെ അനന്ത സാധ്യതകളെ സംബന്ധിച്ചാണ് ഗവൺമെന്റ് ഗൗരവത്തോടുകൂടി പരിചിന്തനം ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യത്തിൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ടൂറിസം മേഖല കാണുന്നത്. ഇപ്പോൾ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കുറച്ച് ആളുകൾ കൊണ്ടുവന്ന് നമ്മുടെ നാട് കാണിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക വികാസം, നമ്മുടെ സാമ്പത്തിക പുരോഗതി സാധ്യമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ തദ്ദേശീയമായിട്ടുള്ള ജനങ്ങളുടെ വികസനം ഉറപ്പാക്കുക, ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഈ ടൂറിസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മളൊരു കുമരകത്തൊക്കെ ചെന്നാൽ ചടങ്ങിൽ ES ബിജിമോൾ MLA അധ്യക്ഷയായിരുന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. റോഷി അഗസ്റ്റിൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ, സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തൊടുപുഴ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. തൊടുപുഴ സബ് ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി, SI ജോഡി ആന്റണി, TR രാജൻ എന്നിവർ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരാതിയായിട്ട് വന്നാൽ നമ്മളിവിടെ ഇതുപോലെ തന്നെ ടീച്ചർമാർ ഇഷ്ടപോലെ ഇരിക്കും. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു മൊഴി രേഖപ്പെടുത്തും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്ക് ഇതിനകം ഒരു കേസ് എടുക്കും. അതിൻ്റെ അന്വേഷണം ഭാഗങ്ങളൊക്കെ പിന്നീട് അത് റൈറ്റർ ഇരിക്കുന്ന മൊഴിയാണ്. സ്റ്റേഷൻ റൈറ്റർ റെക്കോർഡ്സ് മെയിൻ്റെ, അതായത് ഇവിടുത്തെ കംപ്ലീറ്റ് സിവിലായിട്ട് വരുന്ന ഏത് കേസിന്റെ റെക്കോർഡ്സുകൾ മുഴുവൻ അദ്ദേഹമാണ് അത് കെട്ടിയിട്ടത്. അതിന്റെ പേപ്പേഴ്സ് തരുന്നതും അതിന്റെ കോപ്പി തരുന്നതും ഒക്കെ അവിടെയാണ്. ഇത് ലോക്കപ്പ് മുറിയാണ്. ഈ ലോക്കപ്പ് മുറിയിലാണ് നമ്മളിവിടെ കൊണ്ടുവരുന്ന കംപ്ലീറ്റ് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നത്. താൽക്കാലികമായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നുള്ളൂ, അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ അകത്ത് ബാക്കി അവർക്ക് വേണ്ട പ്രാഥമികമായിട്ട് നിർവഹിക്കുന്നതിന് വെള്ളമുണ്ട്,
മറ്റേ ലാട്രിൻ സൗകര്യങ്ങളെല്ലാം വെറുതെയാക്കും. നമ്മുടെ അനുവാദമില്ല. അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് മാറാവുകാരുടെ കയ്യിലായിരുന്നു. ഞങ്ങളിവിടെ GD-യിൽ എടുക്കും. അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു പ്രതി ഉണ്ടെങ്കിൽ ആ പ്രതിയെ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ പാറാവിൻ്റെ ഇതിൻ്റെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മുഴുവൻ ഓഫീസർമാരും ഹെഡ് കോൺസ്റ്റബിൾമാരും ഇരിക്കുന്ന റൂമാണ്. കേസെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ കേസെടുക്കുന്നതും ഫയൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം അവിടെ. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഒരു പോലീസ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സെന്റർ ഫോർ വിമൻ എംപവർമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പെൺകുട്ടികൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലന പരിപാടി തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ NG ശ്രീമോൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ കുട്ടികൾക്ക് എന്തുമാത്രം അതിന് ഗൗരവം മനസ്സിലുണ്ടാകുന്ന എനിക്കറിയില്ല. സമീപ ഭൂതകാല വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഒരു ദിവസം പോലും സ്ത്രീകൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാതെ വാർത്താപത്രങ്ങൾ പുറത്തിറങ്ങുന്നില്ല. പ്രത്യേകിച്ച് 100% സാക്ഷരത ഉണ്ട് എന്ന് ദുരഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ പോലും പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും അവർക്ക് യാത്ര ചെയ്യുവാനും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു കാര്യത്തിന് പോകാൻ പറ്റാത്ത ഒരു സാമൂഹിക ചുറ്റുപാടുകൾ നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളം ഉദാഹരണങ്ങളാണ് മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവസാനമായി ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട നിഷാദ് കേസ് പോലും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെപ്പോലെ വീടുകളിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും മറ്റും സംരക്ഷണയിൽ ജീവിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ആരോഗ്യവ്യാപ്തിയും എന്തുമാത്രമുണ്ടെന്ന് പക്ഷേ തിരിച്ചറിയാൻ കഴിയില്ല. പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട്, വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട്, കോളേജ് ബർസാർ റവറൻഡ് ഫാദർ തോമസ് പൂവത്തിങ്കൽ, കോർഡിനേറ്റർമാരായ ഡോക്ടർ ജെയിൻ എ ലൂക്ക്, പ്രൊഫസർ സോന ജോർജ്, ബിബിന വിമല ബാബു എന്നിവർ പ്രസംഗിച്ചു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ SMTU ഇടുക്കി ജില്ലാ യൂണിയൻ ഉദ്ഘാടനവും അംഗത്വ വിതരണവും തൊടുപുഴയിൽ നടന്നു. പൂഞ്ഞാർ MLA PC ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷത്തിനകം കേരളത്തിലെ അംഗീകാരമുള്ള ഏറ്റവും പ്രമുഖ യൂണിയനായി മാറാൻ പരമകാരുണ്യനായ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ സ്വയം സംഘടിക്കുക. ആ സംഘടന ശക്തിമത്തായി ആരുടെയും മുമ്പിൽ മുട്ടുകൂടാതെ തങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നിടമായി നോക്കി പറയുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാവും, തൊഴിലാളിക്ക് രക്ഷയുണ്ടാവും. ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ മറ്റാളുകൾക്ക് ആത്മാവുണ്ടാവും എന്നാണ് പറയാൻ. യൂണിയൻ പ്രസിഡന്റ് KK ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ രാജു കുട്ടപ്പൻ, NK റോയി, യൂണിയൻ സെക്രട്ടറി KS ജലാലുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി നജീബ് കപ്രാട്ടിൽ, സലിം P കപ്രാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിച്ചു. നിലവിലുള്ള സ്വകാര്യ ബസ് പെർമിറ്റുകൾ അതേപടി നിലനിർത്തുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച റോഡ് ടാക്സ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സമരം സംഘടിപ്പിച്ചത്. സമരം അസോസിയേഷൻ പ്രസിഡന്റ് KK തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ, ബ്ലോക്ക് കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ BMS ജില്ലാ പ്രസിഡന്റ് സിബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ബസ് വാങ്ങിച്ച് 5 മുതൽ 8 വരെ ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്ന ഈ മേഖലയെയും സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ സംസ്ഥാനത്തെ ഓരോ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തപ്പെട്ട കാര്യം തന്നെയാണ്. െങ്കിലും ഒരു ബസ് ഉടമസ്ഥന്റെ സാമ്പത്തിക ഭദ്രതയും ഓരോ ദിവസങ്ങളും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ ആളുകൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അടുത്ത നാളുകളിലായി ഈ വ്യവസായത്തെ എന്തുകൊണ്ടോ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ്.
ഞങ്ങളും ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഒരു പൗരനല്ലേ? ഈ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ലക്ഷക്കണക്കിന് രൂപ റോഡ് ടാക്സായി അടച്ച് ഈ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്താങ്ങേണ്ട ഉത്തരവാദിത്വവും ഈ ബസ്സിൽ കയറി നടക്കുന്ന ആളുകൾക്കും പൊതുജനങ്ങൾക്കും ഇല്ലേ എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അധികാരപ്പെട്ടവർ പത്രമാധ്യമങ്ങളിലൂടെയും ടിവിയിലൂടെയും പറയുമ്പോൾ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഇതൊന്നുമില്ലാതെ 1,20,000 രൂപ ടാക്സും അതുപോലെ തന്നെ 50,000 രൂപ ഇൻഷുറൻസും അതുപോലെ RTO പെറ്റി കേസുകളും RTO ഫീസുകളും എല്ലാം കൊടുത്ത് അതേ റോഡിൽ അവരുടെ പിന്നിലായി ഓടുന്ന ഈ പ്രൈവറ്റ് ബസ്സുകാരന് ലാഭമാണെന്ന് പറയുവാൻ ഏത് കണക്കുകളാണ് നിങ്ങളുടെ മുമ്പിലെന്ന് ഞങ്ങൾ ചോദിക്കുക. കേരളത്തിന്റെ പ്രഥമ ഹൈ ആൾട്ടിറ്റ്യൂഡ് മാരത്തോൺ ജനുവരി 28-ന് മൂന്നാർ കണ്ണൻദേവൻ മലനിരകളിലെ തോട്ടങ്ങളിലൂടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിന് നമ്മൾ ഡിസ്റ്റൻസ് റണ്ണിങ്ങിൻ്റെ ട്രെയിനിങ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കാനുള്ള പ്ലാനാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ റേസ് മൂന്നാർ മാരത്തോൺ ഓൾറെഡി സായുടെ അക്രഡിറ്റേഷനോടുകൂടിയും അസോസിയേഷൻ ഫോർ ഇന്റർനാഷണൽ മാരത്തോൺ ആൻഡ് ഡിസ്റ്റൻസ് റേസസ് എയിംസും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ അത്ലറ്റിക് ഫെഡറേഷൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളതാണ്. മൂന്നാർ മാരത്തോൺ ഓൾറെഡി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മാരത്തോൺ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 28-ാം തീയതിയാണ് ജനുവരി 28. സ്റ്റുഡൻസ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. പ്രീ മാരത്തോൺ ഒരു 10 days കോഴ്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫ്രീ ട്രെയിനിങ് ആണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ട്രെയിനേഴ്സാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും, സ്റ്റുഡൻസ് ആണെങ്കിലും സ്കൂൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മൂന്നാറിൽ വന്നാൽ ഫുഡും അക്കോമഡേഷനും കൊടുത്ത് ട്രെയിനിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെയും അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് ഡിസ്റ്റൻസ് റേഞ്ച്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ അത്ലറ്റിക് ഫെഡറേഷൻ, കേരള സ്പോർട്സ് കൗൺസിൽ, ഇടുക്കി DTPC എന്നിവയുടെ സഹകരണത്തോടെ മൂന്നാറിലെ സാഹസിക ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന കെസ്ട്രൽ അഡ്വഞ്ചേഴ്സ് ആണ് മാരത്തോൺ ജനുവരി 28-ന് സംഘടിപ്പിക്കുന്നത്. കണ്ണൻദേവൻ മലനിരകളിലെ തേയിലത്തോട്ടങ്ങളിലൂടെയാണ് മാരത്തോൺ കടന്നുവരുന്നത്. 4 വിഭാഗങ്ങളിലായാണ് മത്സരം. 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൺ ഓഫ് റൺ, 21.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹാഫ് മാരത്തോൺ, 42.10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തോൺ, 71 കിലോമീറ്റർ ദൈർഘ്യമുള്ള അൾട്രാ മാരത്തോൺ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. മൂന്നാർ ടൂറിസം വളർച്ചയെ ലക്ഷ്യമിട്ടും ആഗോളതലത്തിൽ മൂന്നാറിന്റെ പ്രാധാന്യം വരച്ചുകാട്ടാനും പ്രകൃതിയോട് സൗഹൃദ മനോഭാവം വളർത്തുവാനും യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് കെസ്ട്രൽ അഡ്വഞ്ചേഴ്സ് CEO സെന്തിൽ കുമാർ, PRO തോംസൺ വർക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8281050502 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. കേന്ദ്ര വനാവകാശ നിയമം നടപ്പാക്കുക, ആദിവാസി ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതായി ആദിവാസി ഗോത്ര മഹാസഭ കോർഡിനേറ്റർ M. ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ ഫെബ്രുവരി 13 മുതലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2006 നിയമമനുസരിച്ച് 3 കാറ്റഗറിയിലുള്ള അവകാശങ്ങളാണ് നിയമപരമായി അംഗീകരിച്ച് നൽകേണ്ടത്. അതിലൊന്ന് വനഭൂമിയിൽ പാരമ്പര്യമായി താമസിച്ചു വരുന്ന ആളുകൾ കൃഷി ചെയ്ത് താമസിക്കുന്ന ഏരിയ, കൾട്ടിവബിളാക്കി മാറ്റിയിരിക്കുന്ന ഏരിയക്ക് അവകാശം നൽകി രേഖ കൊടുക്കുന്നതിനാണ് വ്യക്തിഗത വനാവകാശം നൽകലെന്ന് പറയുന്നത്. രണ്ടാമത്തത് സാമൂഹ്യ വനാവകാശം. പ്രത്യേക ആദിവാസി ഊരിൽപ്പെട്ട അതിൻ്റെ അംഗങ്ങളോ പ്രമുഖികളോ ഒരു നിർദ്ദിഷ്ട ഏരിയയിൽ വനത്തിൽ അവർ വനവിഭവങ്ങൾ ശേഖരിക്കുകയും അതുപോലുള്ള ആവശ്യത്തിന് വേണ്ടി മൂവ് ചെയ്യുന്ന ഏരിയ കണക്കിലെടുത്ത് അതാത് ഗ്രാമസഭ ചേർന്ന് ആ മേഖല തിട്ടപ്പെടുന്നത്. അതാണ് CFR, കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. മറ്റത് വികസന അവകാശം എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാമൂഹിക വനാവകാശം വ്യക്തിഗത വനാവകാശമാണ് പ്രധാനമായിട്ട്. ഇടുക്കിയിലൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ സാമൂഹിക വനാവകാശ മേഖലയിലേക്ക് കടന്നിട്ടേ ഇല്ല. കേന്ദ്ര വനാവകാശ നിയമം നടപ്പാക്കി കിട്ടാനും ആദിവാസി ഊരുഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും ഫെബ്രുവരി 13 മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം നടത്താൻ ആദിവാസി ഗോത്ര മഹാസഭ പ്രസിഡിയം തീരുമാനിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറേറ്റിനു മുമ്പിലാണ് ആദിവാസികളുടെ നിൽപ്പ് സമരം ആരംഭിക്കുക. ആദിവാസി ഊരുകളായി കണക്കാക്കപ്പെടുന്ന സെറ്റിൽമെന്റുകളിൽ വ്യക്തിഗത വനാവകാശമുള്ള ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമമനുസരിച്ച് കേസെടുക്കാനും അധികാരികൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലും കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുന്നതിനും അധികാരികൾ താൽപര്യമെടുക്കുന്നില്ല. ഈ സ്ഥിതിവിശേഷം കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആദിവാസികൾക്കെതിരെ ഗുരുതരമായ അതിക്രമമുണ്ടായാൽ പോലും കേസെടുക്കുന്നില്ല. കേസെടുത്താൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ആദിവാസികൾക്ക് വനാവകാശമുള്ള ഭൂമിയിൽ കയ്യേറുന്നവർക്ക് ഭാവിയിൽ യാതൊരുവിധ നിയമപരിരക്ഷയും നൽകാനാവില്ല.
ആയതിനാൽ ഇത്തരം കയ്യേറ്റക്കാരിൽ ഭൂരഹിതരായവർക്ക് ഭൂമി നൽകി മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ഗോത്ര മഹാസഭയുടെ പ്രധാന ആവശ്യം. ഇത്തരം മാറ്റിപ്പാർപ്പിക്കലിനായി ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കാൻ സർക്കാർ തയ്യാറാകണം. കൂടാതെ ആദിവാസി ഭൂമി കയ്യേറ്റം ചെയ്യുന്നവർക്കും അതിക്രമം നടത്തുന്നവർക്കുമെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഗോത്ര മഹാസഭ ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്ക് പ്രത്യേക ഘടക പദ്ധതി ഫണ്ട് അഴിമതിരഹിതമായി നടപ്പാക്കുക, SC/ST അതിക്രമം തടയൽ നിയമം കർശനമായി നടപ്പാക്കുക തുടങ്ങിയവയാണ് മറ്റു ആവശ്യങ്ങൾ. വാർത്താസമ്മേളനത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ കോർഡിനേറ്റർ M. ഗീതാനന്ദൻ, മുത്തങ്ങ കേസ് പുനരധിവാസ സമിതി സെക്രട്ടറി PG ജനാർദ്ദനൻ, കുഞ്ഞമ്മ എളമ്പാശ്ശേരി, CS ജിയേഷ് എന്നിവർ പങ്കെടുത്തു. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി തൊഴിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വർഗീസ് പോള് ക്ലാസ് എടുത്തു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് വള്ളംകുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് വനിതാ വികസന സെൽ ചീഫ് മാനേജർ പ്രീത കെ മേനോൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, ഡയറക്ടർമാർ, സെക്രട്ടറി ഇൻചാർജ് VT ബൈജു എന്നിവർ പ്രസംഗിച്ചു. ചരമവാർത്തകൾ. കോതമംഗലം രൂപത മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് കുന്നങ്കോട്ട് 87 വയസ്സ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2 മണിക്ക് നെടിശാല സെന്റ് മേരീസ് പള്ളിയിൽ. കോതമംഗലം കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി, മാറാടി, കരിമണ്ണൂർ, മുതലക്കുടം എന്നീ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിതാവ് ജോസഫ്, മാതാവ് കത്രീന. സഹോദരങ്ങൾ അന്നക്കുട്ടി സേവ്യർ ചുണ്ടാട്ട് കലൂർ, പരേതനായ KJ ജേക്കബ് കുന്നങ്കോട്ട് നെടിശാല, കുന്നങ്കോട്ട് KJ തോമസ് സെന്റ് അഗസ്റ്റിൻസ് കരിങ്കുന്നം റിട്ടയർഡ് അധ്യാപകൻ, സിസ്റ്റർ ലയോണാർഡ് SH അൽഫോൺസ ഹോസ്റ്റൽ മൂവാറ്റുപുഴ, സിസ്റ്റർ ജോയ്സ് മരിയ SH ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കുടം, മരിയ ജോർജ് കോതകുളത്തിൽ ചെറുവാണ്ടൂർ, KJ ജോസഫ് കുന്നങ്കോട്ട് കലൂർ ഐപ്പ് മെമ്മോറിയൽ സ്കൂൾ റിട്ടയർഡ് HM മുട്ടം, കുസുമം അലക്സാണ്ടർ വെള്ളരിങ്ങാട്ട്, വെള്ളയാംകുടി സെന്റ് ജെറോംസ് HS റിട്ടയർഡ് അധ്യാപിക കട്ടപ്പന വെള്ളയാംകുടി. പുതുപ്പരിയാരം കാനാട്ടുമലയിൽ രവി 58 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ. ഭാര്യ മിനി വെള്ളിയാമറ്റം മൂന്നുകണ്ടത്തിൽ കുടുംബാംഗം. കരിമണ്ണൂർ കുഴിപ്പള്ളിൽ പൈലി ജോസഫ് കുഞ്ഞ് 83 നിര്യാതനായി. ഭാര്യ അച്ചാമ്മ നെയ്യശ്ശേരി ചൊള്ളാമടം കുടുംബാംഗം. സംസ്കാരം വ്യാഴാഴ്ച 3 സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. മക്കൾ മേഴ്സി ജെയിംസ്, ജോസ് പോൾ, റോയി പോൾ, മരുമക്കൾ ജെയിംസ് CM ചീമ്പാറയിൽ പോത്താനിക്കാട്, ശാലിനി ജോസ് ആലപ്പാട് തൃശൂർ, പുഷ്പ റോയി കറുകമ്പറമ്പിൽ ആലപ്പുഴ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2750 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 149 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 143 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി പാഞ്ചാലിമേടിനെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ SMTU ഇടുക്കി ജില്ലാ യൂണിയൻ ഉദ്ഘാടനവും അംഗത്വ വിതരണവും തൊടുപുഴയിൽ നടന്നു. PC ജോർജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര വനാവകാശ നിയമം നടപ്പാക്കുക, ആദിവാസി ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതായി ആദിവാസി ഗോത്ര മഹാസഭ കോർഡിനേറ്റർ M. ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ പ്രഥമ ഹൈ ആൾട്ടിറ്റ്യൂഡ് മാരത്തോൺ ജനുവരി 28-ന് മൂന്നാർ കണ്ണൻദേവൻ മലനിരകളിലെ തോട്ടങ്ങളിലൂടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.